അങ്ങനെ ഞങ്ങളുടെ വാഹോപ്പിൽ നിന്ന് ആമിഡേൽ നിന്നുള്ള ട്രിപ്പ് തുടങ്ങി കേട്ടോ. ഇത് വാഹോപ്പ് കഴിഞ്ഞുള്ള ടിംബർ ടൗൺ എന്ന് പറഞ്ഞൊരു പഴയ ടൗണാണ്. രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. അപ്പം നല്ല കോടമഞ്ഞും ഒക്കെ ഉള്ളൊരു അടിപൊളി ഒരു യാത്രയായിരുന്നു അതിനാളും. അപ്പോൾ നമ്മൾ വാഹോപ്പിൽ നിന്ന് ആദ്യത്തെ നമ്മുടെ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വൾക്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഏകദേശം ഒരു 140 കിലോമീറ്റർ ഈ പറഞ്ഞ വാഹോപ്പിൽ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്ക് ഇത് തന്നെ അവസ്ഥ. നോക്കി എന്നെ രസമാണെന്ന് നോക്കി. രണ്ട് സൈഡിലും വലിയ മരങ്ങളൊന്നുമില്ല, നല്ല പുൽമേടുകൾ. പയ്യെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു മല ചുറ്റി കയറാൻ പോവുക. നല്ല കോടമഞ്ഞാണ്ട്. ആ മലയുടെ പകുതി ഭാഗത്ത് കോടമഞ്ഞുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചമായി. പക്ഷേ അതാണ്ട് താഴോട്ട് നോക്കി, ആ മലയുടെ അടിവാരത്ത് മുഴുവൻ കോടമഞ്ഞ് മൂടിക്കിടക്കുക. അപ്പോൾ ഞങ്ങൾ വേണ്ട പെട്ടെന്ന് ഇവിടെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി. വേണ്ട അതുകൊണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഭയങ്കര രസം കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, ഒരു 10 ഡിഗ്രിയൊക്കെ തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ഇത്. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ വണ്ടി വിടുവാണ്. അപ്പോൾ വേണ്ട അങ്ങനെ തിരിച്ചിങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരെണ്ണം കൂടെ കണ്ട ഇതുപോലെ തന്നെ വേറൊരു മല അടിവാരത്ത്. എന്നാൽ പിന്നെ അതുകൂടെ കണ്ടേക്കാമെന്ന് വെച്ച് അവിടെ നിന്നു. വേണ്ട ഒരു മരം നോക്കി, എന്നാ രസമാണെന്ന് നോക്കി. ആ മഞ്ഞിനിടയ്ക്ക് ഇത്രയും ദൂരത്തുനിന്ന് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ കണ്ടിച്ച് സ്പീഡിലങ്ങ് പോവുക. സ്പീഡല്ല കേട്ടോ, ഇതിൻ്റെ വീഡിയോയുടെ സ്പീഡ് ഞാൻ കൂട്ടിയതാണ്. അപ്പം ഇഷ്ടംപോലെ ആ ടെറൈനെല്ലാം മാറി, ഇഷ്ടംപോലെ മരങ്ങൾക്കൊക്കെ ഇടയ്ക്കൂടെ നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ഈ പറഞ്ഞ നാഷണൽ പാർക്കുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കിനി അടുത്തത് വൾക്ക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സ്റ്റോപ്പ് ഒരു 2 മണിക്കൂർ എടുക്കും നമ്മളവിടെ ചെല്ലാൻ. അപ്പം അതാണ് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നോക്കി. പിന്നെയും ആ ഒരു സ്ഥലങ്ങളെല്ലാം മാറി നോക്കി. നല്ല അങ്ങ് ദൂരെ വരെ കാണാവുന്ന രീതിയിലുള്ള വഴി, 100 കിലോമീറ്റർ സോണാണ്, അടിച്ചു വിട്ട് പോകാം. എന്നാലും നമ്മൾ നമ്മുടെ സുരക്ഷയൊക്കെ നോക്കി പോകുന്നു. നമ്മൾ പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ റോഡ് നിയമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നാലും ഈ വിൻ്റർ മരങ്ങളൊക്കെ കാണാം. ന്യൂ സൗത്ത് വെയിൽസിലുള്ളൊരു റൂറൽ ടൗൺ ആണ് കേട്ടോ ഈ വൾക്ക എന്ന് പറയുന്നത്. ഈ ടൗൺ ആണത്. നല്ല ഇഷ്ടംപോലെ മരങ്ങളെല്ലാം സൈഡുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു ടൗണാണ്, പക്ഷേ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൗണാണ്. ഇവിടുത്തെ വൂള്, സൂപ്പർ ഫൈൻ വൂള്, ഭയങ്കര പ്രീമിയം സാധനമാണ്. അതിന് പേര് കേട്ട ഒരു സ്ഥലമായത്. വലിയ പോപ്പുലേഷനൊന്നുമില്ല. അതുപോലെ തണ്ടർ ബോൾട്ട് വേയും ഓക്സ്ലി ഹൈവേയും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ വൾക്ക. അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഇവിടെ ഇറങ്ങി നമ്മുടെ കാപ്പിയെ കുടിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ വയ്യൊരു നല്ല പാർക്ക് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് വേണ്ട ഇങ്ങനെയൊരു പാർക്ക് കണ്ടു. ആ പാർക്ക് നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു സാധനം വന്നു. ഇത് ഈ ഗോതമ്പൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു വലിയൊരു സ്റ്റോറേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു, കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ പിന്നെ നമ്മുടെ ആമിഡേൽ ലക്ഷ്യമാക്കി പോവാം. ഈ പോകുന്ന വഴിക്ക് നോക്കിക്കോണേ, നമ്മൾ ഈ പ്രകൃതി മാറുന്ന എത്ര പെട്ടെന്നാണ് നോക്കണം. ഇതുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുറേ മരങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയ ചെടികളും മരങ്ങളൊന്നും ഇതാ കാണുന്ന ഒരു പറമ്പിലും ഇല്ല. അതേസമയം നമ്മൾ വന്ന വഴിക്കാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇടതൂർന്ന മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ വന്നത്. നമുക്ക് അങ്ങ് ദൂരെ വരെ വഴി കാണാം. വണ്ടികളൊക്കെ വളരെ വളരെ കുറവാണ്. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ആമിഡേലിലെത്തി കേട്ടോ. ആമിഡേലിലെത്തിയപ്പോഴത്തേനും ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എല്ലാം കുറഞ്ഞത്. ഇവിടുത്തെ 50 കിലോമീറ്റർ സ്പീഡാണ് ഇത് ഈ ഭാഗത്തെ റോഡിന്. ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി അതൊന്ന് കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ വയ്യെ ആ ഒരു പാർക്ക് അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ കാണുന്നത്. അതുണ്ടോ മൊബിലിറ്റി സ്കൂട്ടറിലൊക്കെ ആൾക്കാർ റോഡിൽ കൂടെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ ആർമിഡേയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻലാൻഡ് ടൗൺ ആവട്ടോ ഓസ്ട്രേലിയയിലെ. ഇവിടെ ഈ പറഞ്ഞ സീസണുകളെല്ലാം കിട്ടുന്നത്, അതായത് നമ്മുടെ വിൻ്റർ സീസൺ നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ വിൻ്റർ മരങ്ങളും ഒക്കെ കാണാൻ ആ സമയത്ത് ഭയങ്കര രസമായിരിക്കും. ഈ വിൻ്റർ തുടങ്ങുന്ന സമയത്ത് നോക്കി. ഇപ്പോൾ തന്നെ നോക്കി, നമ്മൾ ബ്രിസ്ബനിൽ നിന്ന് നമുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് മരങ്ങളൊന്നും നമുക്ക് ബ്രിസ്ബനിൽ കാണാൻ പറ്റുമല്ലോ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കളർഫുള്ളായിട്ടുള്ള മരങ്ങൾ, പല നിറത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഇലകളുള്ള മരങ്ങൾ ഇതുണ്ടോ നോക്കി. ചുമ്മാ നിൽക്കുന്ന മരങ്ങളാണ്, അതെല്ലാം നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് കാണാം എന്നോർത്താണ് ഞങ്ങൾ ഈ ആർമിഡേലിന് വന്നത്. പണ്ട് ഇതിലേ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളതല്ലാതെ, സിഡ്നിക്ക് പോയ സമയത്ത് ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളതല്ലാതെ ആർമിഡേൽ കാര്യമായിട്ട് പോയിട്ടില്ല. അപ്പോൾ എന്നാന്ന് പോയേക്കാന്ന് വെച്ച് വന്നതാണിപ്പം. ഇവിടെ ഈ പഴയ ഒത്തിരി ബിൽഡിങ്ങുകളും പള്ളികളും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതുണ്ട് കേട്ടോ ഈ നമ്മുടെ ആമിഡേലിൽ. ആമിഡേൽ എന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ ഒരു സൈഡിലൊരു വലിയ ലുക്കൗട്ട് ഉണ്ട്. അവിടെ ഒന്ന് ഞങ്ങൾ ആമിഡേൽ ടൗൺ കാണുന്ന കാഴ്ച കേട്ടോ ഇത്. അതൊരു ചെറിയ മലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടൗൺ മുഴുവൻ കാണാം. ഇവിടെ ഒരു ആംഗ്ലിക്കൻ ആൻഡ് കാത്തലിക് കത്തീഡ്രലുണ്ട്. അത് ഒത്തിരി പഴക്കമുള്ള പള്ളികളാണ്. അപ്പോൾ അത്
ഇവിടുത്തെ പോപ്പുലറായിട്ട് ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ചെറിയ ഷോപ്പിംഗ് സെൻ്ററൊക്കെ വളരെ ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു സ്കൂളിനടുത്ത് ഒരു ബൈസെൻറ്റീനിയൽ അബോറിറ്റോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളന്ന് അത് കാണാമെന്നോർത്ത് പയ്യെ പോയതാണ്. ഇവിടുത്തെ ചെറിയ സ്ട്രീറ്റുകളൊക്കെ നോക്കി, ചെറിയ സ്പീഡ് ലിമിറ്റേ ഉള്ളൂ, 40 അല്ലെങ്കിൽ 50 ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ആണ് ഇത് കേട്ടോ. വണ്ടികളെല്ലാം ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ പോപ്പുലേഷനൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല ഇത്, ചെറിയ ടൗണാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. ഇതൊരു സിഡ്നിയിൽ നിന്ന് ഏകദേശം ഒരു 450 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ. ഇത് ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം അതുപോലെ. സിഡ്നിക്കും ബ്രിസ്ബനും ഏകദേശം മിഡിലാന്ന് വേണേൽ പറയാൻ കേട്ടോ ഇത്. അതുപോലെ ഇവിടുത്തെ ഇതുണ്ട്. ഇപ്പോൾ ആ പാർക്കിലോട്ട് ഞങ്ങൾ പോകുന്ന വഴി അവിടുത്തെ പ്രത്യേകത നോക്കി, 2 സൈഡിലും ഈ പറഞ്ഞ പോലെ ഈ കളർഫുള്ളായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. വളരെ ഓപ്പണായിട്ടുള്ള ആകാശം നോക്കി, വേറെ വലിയ വൻമരങ്ങളൊന്നുമില്ല. ഈ ടൈപ്പുള്ള ചെറിയ ചെറിയ മരങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്നാണ്ട് ഈ പാർക്കിന് ഇതിന് നടുക്കായി പാർക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിന് ചുറ്റുപാടും ഒന്ന് വണ്ടി ഓടിച്ച് വന്നതാണ്. ഈ മരങ്ങളൊക്കെ ഒന്ന് കണ്ട് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് വന്നതാണ്. നോക്കി, അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെയാണ് ഇല പയ്യെ പൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അത് നല്ലപോലെ വിൻ്ററിനോട് അടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരാഴ്ചയോടെ മുമ്പ് വരുമായിരുന്നെങ്കിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് തന്നെ. എന്നാലും നോക്കിയതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി എന്നാ രസമാണ് നോക്കി. ഈ ഇതിനിടയ്ക്കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിപ്പം ക്യാമറയിൽ എത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നല്ല രസമായിരുന്നു ഇതിലെ വണ്ടി ഓടിച്ച് പോയപ്പോൾ കേട്ടോ. അത്രയ്ക്ക് കളർഫുൾ. അതുകൊണ്ട് ഇത് ഞങ്ങൾ മുമ്പേ ഞാൻ പറഞ്ഞ പാർക്കിലോട്ട് ഇറങ്ങിയതാണ്. നോക്കി ഇവിടുത്തെ തന്നെ രസമാണ് നോക്കി. ഇതിനകത്ത് നിൽക്കുന്നത് ഒരേ ടൈപ്പ് ചെടികളാണ് നിൽക്കുന്നത്. ഈ മരങ്ങളായി നിൽക്കുന്നത് മുഴുവൻ. അവന്മാരുടെ എല്ലാ ഇല നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് നിൽക്കുന്നു. സിനോജാൻ്റെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. ഇതല്ലേ അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു വെള്ളച്ചാട്ടമാണ്. ഇതുപോലൊരു വെള്ളച്ചാട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. വന്നപ്പം വെള്ളമൊന്നും ചാടുന്നില്ലായിരുന്നു. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കഴിയുമ്പോൾ മോട്ടർ ഓണാവും. അങ്ങനെ പയ്യെ അത് വെള്ളച്ചാട്ടമായിട്ട് മാറും. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ പിള്ളേരൊക്കെ മരത്തേലൊക്കെ കയറിയിരുന്നു, നല്ല ഫോട്ടോസൊക്കെ എടുത്തത്. ഞങ്ങൾ തിരിച്ച് ആമിഡേലിൽ നിന്ന് ഇനി നമ്മൾ തിരിച്ച് പോകുന്നത് വാഹോപ്പിന് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് 1-2 വെള്ളച്ചാട്ടങ്ങളും അത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത കേട്ടോ. ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളായി പോകുന്ന വഴിക്ക്. ഇവിടുന്ന് നമ്മൾ അപ്പോൾ നമ്മളിനി ആമിഡേലിൽ നിന്ന് തിരിച്ചു പോകുന്നത് എബോർ, ഡോറിഗോ, ബെല്ലിംഗൻ, അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ വഴി നമ്മൾ M1 കയറി അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് വാഹോപ്പിന് പോകുന്നത്. ആ പോകുന്ന വഴിയാണിത്. നമുക്കിനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എബോർ വാട്ടർഫോളാണ്. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ മറ്റേ ഡോറിഗോ വാട്ടർഫോളൊക്കെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേര് വൂളോമോം ബി എന്ന വാട്ടർഫോളിൻ്റെ പേര്. അപ്പം പോകുന്ന വഴിക്ക് 2 സൈഡിലും വേണ്ട പശുക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാമെന്ന് ഓർത്ത് ഞങ്ങളങ്ങ് പോയതാണ്. ഒരിച്ചിരി നടക്കാനേ ഉള്ളൂ, കാർ പാർക്കിൽ നിന്ന് വളരെ കുറച്ച് നടക്കാനേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വെള്ളമില്ല. വെള്ളച്ചാട്ടം ഈ വലിയ ഗോർജൊക്കെ നമുക്ക് കാണാം, വലിയ മലയിടുക്കും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഒട്ടും വെള്ളമില്ല, വെള്ളം മുഴുവൻ പറ്റിപ്പോയി. പക്ഷെ നല്ല രസം കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അത്രയും വലുപ്പത്തിലുള്ള ഒരു മലയുടെ ഇടയ്ക്കൂടെ ആകെപ്പാട് ശകലം വെള്ളം കിടപ്പുണ്ട്. മുകളിൽ നിന്ന് ഒട്ടും വരുന്നുമില്ല. ഇത് അത്ര മഴ പെയ്ത് നിൽക്കുന്ന സമയമല്ല, മഴയില്ലാത്ത സമയമാണ്, വെള്ളം കുറവുള്ള സമയമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്നാലും എന്നാ രസമാണെന്ന് നോക്കിയതുകൊണ്ട് ഈ ഒരു കാഴ്ച നോക്കി. അപ്പോൾ എന്നാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് പിള്ളേർക്കൊക്കെ ഒരു പിള്ളേരൊക്കെ അതിലെ കളിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ എബോർ ലക്ഷ്യമാക്കി പോകുമ്പോഴാണ് വേണ്ട ഈ പശുക്കളെ മസ്റ്ററിങ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു റീൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പശുക്കളെ എല്ലാം കൂടെ കൂട്ടമായിട്ട് ഓടിച്ച് അവരേതെങ്കിലും ഒരു കേന്ദ്രത്തിലോട്ട് കയറ്റുക. ഇപ്പോൾ അതുകൊണ്ട് കുതിരപ്പുറത്ത് കൗബോയ്സൊക്കെ ഉണ്ട്, അതുപോലെ നായ്ക്കളുണ്ട്. ഇവരെ ഇങ്ങനെ ഓടിച്ചൊരു വശത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ കുറവായതുകൊണ്ട് ചിലപ്പോൾ അത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഒക്കെ ആയിരിക്കും ഉമ്മാരെല്ലാം കൂടെ ഓടിച്ചു കൂട്ടി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതെന്നാളും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ പോലെ അടുത്ത വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ബ്രിസ്ബനുള്ള ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രകൃതി പിന്നെയും മാറുക കണ്ടോ. ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ എബോർ വാട്ടർഫോളിനടുത്ത് വന്നു. ഇതൊരു ഡബിൾ വാട്ടർഫോളാണ് കേട്ടോ.
ഇതാണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നത്